നമസ്കാരം, ഞാൻ PC ജെയിംസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ് എന്ന് വേണം എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കണ്ടു, ഓക്സിലറി കണ്ടു. ഇനി നമുക്കിന്ന് സബ്ജക്റ്റിലേക്ക് പോകാം. എന്താണ് സബ്ജക്റ്റ്? ഒരു സെന്റൻസിൽ നമ്മൾ ആരെ പറ്റിയാ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനെ പറ്റിയാ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ജോൺ ഒരു ഡോക്ടർ ആണെന്ന് പറഞ്ഞാൽ ജോണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജോൺ ആണ് ആ സെന്റൻസിലെ മുഖ്യ കക്ഷി, സബ്ജക്റ്റ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ജോൺ ഈസ് എ ഡോക്ടർ എന്ന് പറയും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയും. അപ്പോൾ ഇന്ത്യ എന്നത് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിനെ നമുക്ക് 3 പേഴ്സൺസ് ആയിട്ട് തിരിക്കാം. 3 വ്യക്തികൾ എന്ന് പറയും. ആര് പറയുന്നുവോ അയാൾ ഫസ്റ്റ് പേഴ്സൺ. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ, ഐ, അത് ഫസ്റ്റ് പേഴ്സൺ. വേറൊരാൾ എന്നോട് പറയാണ് ഞാൻ കോട്ടയത്തിന് പോകുന്നു, അപ്പോൾ ഞാൻ എന്നത് അയാളായിട്ട് മാറി. അയാൾ പറയുമ്പോൾ ഞാൻ ആരാ? അയാൾ. ഞാൻ പറയുമ്പോൾ ഞാൻ, അത് ഞാൻ തന്നെ, ജെയിംസ്. അപ്പോൾ ഐ എന്നത് സബ്ജക്റ്റ്. ഈ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നാവും. ഞങ്ങൾ, നമ്മൾ, നാം എന്നൊക്കെ പറയുമ്പോൾ അത് വി. അപ്പോൾ ഐ, വി, ഇത് സബ്ജക്റ്റ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും. ഒന്നാം കക്ഷി. ആര് സംസാരിക്കുന്നുവോ അയാൾ എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും. ഈ ഫസ്റ്റ് പേഴ്സണെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം, സിംഗുലർ എന്നും പ്ലൂറൽ എന്നും. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തെ കാണിക്കുന്നത്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. ഞാൻ ഒരാളേ ഉള്ളൂ, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ. അപ്പോൾ ഐയുടെ പ്ലൂറൽ എന്താ? വി. ഇനി ഞാൻ പറയുമ്പോൾ കേൾക്കാൻ നിങ്ങൾ ഉണ്ടാവണം. അപ്പൊ ആരോട് പറയുന്നുവോ ആ കേൾക്കുന്നയാൾ നീ, അത് യു. ഈ യുവിൻ്റെ സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. അപ്പോൾ ഐ എന്നത് ഫസ്റ്റ് പേഴ്സൺ, അതിൻ്റെ പ്ലൂറൽ വി. യു എന്നത് സെക്കൻഡ് പേഴ്സൺ, അതിൻ്റെ പ്ലൂറൽ യു തന്നെ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് മൂന്നാമതൊരു കക്ഷിയെക്കുറിച്ചായിരിക്കാം, മൂന്നാമതൊരു വിഷയത്തെക്കുറിച്ചായിരിക്കാം. അപ്പോൾ അതൊരു പുരുഷനാണെങ്കിൽ ഹി, ഒരു സ്ത്രീ ആണെങ്കിൽ അത് ഷീ. ഇത് രണ്ടുമല്ല എന്ന് സൂചിപ്പിക്കാൻ ഒരു മേശയാവട്ടെ, കസേരയാവട്ടെ, മറ്റൊരു പെന്നാവട്ടെ, അപ്പോൾ അത് ഇറ്റ് എന്ന് പറയും. അത് തേർഡ് പേഴ്സൺ. ഈ തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ് എന്നതിൻ്റെ പ്ലൂറൽ ദേ. ഇനി നമുക്കതൊന്ന് ഇവിടെ ഈ ചാർട്ടിലേക്ക് പോകാം. ആ ചാർട്ടിൽ ഒന്ന് നോക്കിക്കേ. സെന്റൻസ് ഫോർമേഷൻ നമ്മൾ കണ്ടു. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വേണം, അതിൻ്റെ തൊട്ട് ശേഷം ഓക്സിലറി ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് വരണം. ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഈ സബ്ജക്റ്റ് 3 പേഴ്സൺസ് ആണെന്ന് കണ്ടു. അതിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. അതിൽ സിംഗുലർ ഐ, അതിൻ്റെ പ്ലൂറൽ വി. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ഉണ്ട്, അത് യു, അതിൻ്റെ പ്ലൂറൽ യു തന്നെ. തേർഡ് പേഴ്സൺ സിംഗുലർ ഉണ്ട്, ഹി, ഷീ, ഇറ്റ്, അതിൻ്റെ പ്ലൂറൽ ദേ. ഇതാണ് 3 സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഹി എന്ന് പറഞ്ഞാൽ അത് ഏത് പുരുഷനും ആകാം. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പറ്റി പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഈസ് എ പൊളിറ്റീഷ്യൻ. രാഹുൽ ഗാന്ധി, അവിടെ അത് ഹിയ. ആ മനുഷ്യന് പകരം ഉപയോഗിക്കുന്നത് ഹി എന്ന വാക്കാണ്. ഈ രാഹുൽ ഗാന്ധി നമ്മളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹം ഐ ആയിട്ട് മാറും. ഇനി അദ്ദേഹം നമ്മളോട് ചിലപ്പോൾ ഇന്ത്യയെക്കുറിച്ചായിരിക്കും പറയുന്നത്, അപ്പോൾ ഇന്ത്യ, അത് തേർഡ് പേഴ്സൺ ആകും. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇത്രയും അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞു. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, ഇത്രയും കണ്ടു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്, ഇത്രയും കണ്ടു. ഇനി ഇതിൻ്റെ കൂടെ വരുന്നത് നമുക്ക് നോക്കാം. ഈ 3 എണ്ണം വെച്ചുകൊണ്ട് നമുക്ക് സെന്റൻസ് ഫോർമേഷനിലേക്ക് ഒന്ന് കടക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, ഈ 3 കാര്യങ്ങൾ വെച്ച് സെന്റൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അത് പൂർണ്ണമല്ല, അതിൻ്റെ കൂടെ ഒരു വേർഡും കൂടെ വരും. അത് നമുക്ക് ഇതിന് ശേഷം പറയാം. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുക.
ആദ്യം ക്വസ്റ്റ്യൻ്റെ റൂൾ ഒന്നുകൂടെ പറയുന്നു. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്. അതിനകത്ത് ആ വെർബ് അവിടെ നിൽക്കട്ടെ. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്. ക്വസ്റ്റ്യൻ വേർഡ് നോക്കി, വാട്ട്സ് യുവർ നെയിം. ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ പേര് ചോദിക്കുക, വാട്ട് ഈസ് യുവർ നെയിം. ഇതാണ്. അത് പറയുമ്പോൾ വാട്ടും ഈസും കൂടെ ചേർന്ന് ഒരു വാട്ട്സ് ഒറ്റ വാക്കായിട്ട് മാറും. വാട്ട്സ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഈസ് എന്ന ഓക്സിലറി ഉണ്ട്. അതിനുശേഷം യുവർ നെയിം സബ്ജക്റ്റ് വന്നു. വാട്ട് ഈസ് യുവർ നെയിം അത് സബ്ജക്റ്റ് ആണ്. ഇനി വെയർ ഡു യു ഗോ, നിങ്ങൾ എവിടെ പോകുന്നു. ക്വസ്റ്റ്യൻ വേർഡ് വെയർ വന്നു, ഡു എന്ന ഓക്സിലറി വന്നു, യു എന്ന സബ്ജക്റ്റ് വന്നു. അവിടെ ഒരു ഗോ എന്നതും കൂടെ വന്നിട്ടുണ്ട്. അത് നമുക്കിതിന് ശേഷം പറയാം. വെയർ ഡു യു ഗോ, നിങ്ങൾ എവിടെ പോകുന്നു. ഇത് പ്രവൃത്തിയെ കാണിക്കുന്നതാണ്, വേർബാണ്. അത് ഇതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ വരും. വെയർ ഡു യു അവിടെ വരെയായി. അടുത്തത് ഹൗ ആർ യു. എന്നാ ഉണ്ട്, ഹൗ ആർ യു. ഹൗ ക്വസ്റ്റ്യൻ വേർഡ്, ആർ ഓക്സിലറി, യു സബ്ജക്റ്റ്. അടുത്തത് വൈ ഡു യു കം, നീ എന്തിനാ വരുന്നത്. വൈ ഡു യു കം അത് പറയുമ്പോൾ വൈയും ഡൂവും കൂടെ ചേർന്ന് വൈ ഡു യു കം. ആ വൈ ഡു യു കം ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, പിന്നെ വേർബും കൂടെ വന്നു. അടുത്തത് വെൻ വിൽ യു ഗോ ദെയർ, നീ എപ്പോൾ അവിടെ പോകും. വെൻ വിൽ യു ഗോ ദെയർ. വെൻ ക്വസ്റ്റ്യൻ വേർഡ് ആണ്, വിൽ ഓക്സിലറി ആണ്, യു സബ്ജക്റ്റ്, ഗോ എന്നത് വേർബ്. നമ്മൾ പറഞ്ഞല്ലോ ഓരോ തവണയും ഒരു കാര്യം ഇവിടെ വരാനുണ്ട്, എപ്പോഴും അത് വന്നോന്നില്ല എന്ന് പറഞ്ഞു. ഹൗ ഡു യു ഗോ ടു ബാംഗ്ലൂർ, നീ എങ്ങനെയാണ് ബാംഗ്ലൂർ പോകുന്നത്. ഹൗ ഡു യു ഗോ ടു ബാംഗ്ലൂർ. ഹൗ ക്വസ്റ്റ്യൻ വേർഡ്, ഡു ഓക്സിലറി, യു സബ്ജക്റ്റ്, ഗോ വെർബ്, ടു ബാംഗ്ലൂർ ബാംഗ്ലൂർക്ക്. ഇനി നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് പോവാം. അപ്പം നമ്മൾ വീണ്ടും പറയുന്നു, ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നീട് ഓക്സിലറി, സബ്ജക്റ്റ്, ഇത് വെച്ചാകണ്ടേ. ഇനി നമുക്ക് ചില സെന്റൻസുകളിൽ വാട്ട് ഈസ് യുവർ നെയിം, ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റേ ഉള്ളൂ. വെയർ ഡു യു ഗോ, ആ സബ്ജക്റ്റ് കഴിഞ്ഞ് ഒരു ഗോയും കൂടെ വന്നു. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, ഒരു പ്രവൃത്തിയെ കാണിക്കുന്നതാണ്. വരിക, പോവുക, ചാടുക, തിന്നുക, കളിക്കുക, കുളിക്കുക, എഴുതുക, വായിക്കുക, ഇതെല്ലാം പ്രവൃത്തിയാണ്. അങ്ങനെ പ്രവൃത്തിയെ കാണിക്കുന്ന വേർഡ്സ് ആണ്. അതിന് ക്രിയകൾ എന്ന് പറയും. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്, VERB വേർഡ്. അപ്പോൾ നമ്മുടെ മുമ്പ് കണ്ട ആ മൂന്നെണ്ണത്തിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമാകും. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, വേർഡ്. അപ്പോൾ നോക്കിക്കേ, വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളിടത്ത് ആ വാട്ട്സ് യുവർ നെയിം അവിടെ കൊണ്ട് തീർന്നു. അവിടെ ഒരു ബാക്കി ഒരു ഈ ഈസ് എന്നത് വെർബാണെങ്കിലും അത്ര നമ്മൾ പോകണ്ട, അത് ഓക്സിലറി ആയിട്ട് എടുത്താൽ മതി. വാട്ട് ഈസ് യുവർ നെയിം ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്. ആ ഈസ് വെർബും ഓക്സിലറി എല്ലാം കൂടെ കൂടിയാ. വേർ ഡു യു ഗോ ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്. അടുത്തത് ഹൗ ആർ യു പറഞ്ഞു. അതിനുശേഷം എന്താ നോക്കിയാൽ ഈ നാലാമത്തെ സെന്റൻസിലും രണ്ടാമത്തെ സെന്റൻസിലും സെക്കൻഡ് ആൻഡ് ഫോർത്തിൽ വേർ ഡു യു ഗോ, യുവിന് ശേഷം ഒരു ഗോയുണ്ട്. ഫോർത്തിൽ വൈ ഡു യു കം, ആ യുവിന് ശേഷം ഒരു കം ഉണ്ട്. ഇങ്ങനെ പ്രവൃത്തിയെ ഗോ, കം പോലെയുള്ളത് വേർബ്സ് എന്ന് പറയുന്നു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. വെൻ വിൽ യു ഗോ ദെയർ ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ് ഉണ്ട്. ഗോ എന്ന ആ ഒരു വാക്കുണ്ട്, പോവുക. ഹൗ ഡു യു ഗോ ടു ബാംഗ്ലൂർ, നിങ്ങൾ എങ്ങനെയാണ് ബാംഗ്ലൂർ പോകുന്നത്. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, ഗോ, വെർബ്, ടു ബാംഗ്ലൂർ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ചില ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറിയും സബ്ജക്റ്റും മാത്രം പോരാ, വേർബും കൂടെ ചേരും. ആ വേർബും കൂടെ ചേരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമാകും. അപ്പോൾ അതിൻ്റെ റൂൾ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം, തൊട്ടു പിറകെ ഓക്സിലറി, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്. ഇങ്ങനെയാണ് ഏത് ക്വസ്റ്റ്യനും ഉണ്ടാക്കുന്നത്. ഏത് ക്വസ്റ്റ്യനും ഈ ലോകത്തിൽ എത്ര സെന്റൻസ് നിങ്ങൾക്ക് ആരോടൊക്കെ ചോദിക്കണം, എന്തൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഈ റൂള് വെച്ചാണ് നമ്മൾ ചെയ്യുക. ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതുവരെ കൊടുത്ത കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരും. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ വായിച്ചു, ഈ യൂട്യൂബ് ചാനൽ കണ്ടു, ഇതിനകത്ത് നിങ്ങൾക്ക് കമൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകാം. അങ്ങനെ തർക്കമോ അല്ലെങ്കിൽ മറ്റ് ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. നമുക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുന്ന ക്ലാസ്സുകളിൽ തന്നുകൊണ്ടിരിക്കും. അത് എന്തുകൊണ്ട് കൊടുത്തു, എങ്ങനെ വന്നു എന്നുള്ളത്.